പറയിവറ്റ പന്തിരുകുലത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ വരരുചി എന്ന ബ്രാഹ്മണന് പറയിലുണ്ടായ 12 മക്കളിൽ ഒരാളാണ് അകവൂർ ചാത്തൻ. അകവൂർ ചാത്തൻ ജനിച്ചു വളർന്ന എറണാകുളം ചൗര എന്ന സ്ഥലത്ത് അകവൂർ മനയിലാണ് ഞാനിന്ന് എത്തി നിൽക്കുന്നത്. അകവൂർ ചാത്തൻ്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയാം. നമസ്തേ. നമ്മളെല്ലാം കേട്ടിരിക്കാം പന്തിരുകുല കഥകളെക്കുറിച്ച്. പന്തിരുകുല കഥയ്ക്കൊപ്പം തന്നെ നമ്മൾ വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കുറേ കഥകളുണ്ട് അകവൂർ ചാത്തനെക്കുറിച്ച്. സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് അകവൂർ ചാത്തൻ്റെ മണ്ണിലാണ് ജനിച്ചു വളർന്ന ആ മണ്ണിലാണ് ഞാനിന്നുള്ളത്. നമുക്ക് ഇന്ന് അകവൂർ മനയിലെ കാരണവരായ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാടാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം എന്താണ് ചാത്തനെക്കുറിച്ച്, അകവൂർ ചാത്തനെക്കുറിച്ച്. നമസ്കാരം. നമസ്തേ. ഈ ചാത്തൻ്റെ കഥ പറയുമ്പോൾ അതിൻ്റെ പൂർവ്വജന്മ കഥകളൂടിയും പറഞ്ഞാലേ മുഴുവനാകുള്ളൂ. അതായത് പാർവതീ ദേവിയും ശിവനും കൈലാസത്തിൽ വളരുന്ന കാലത്ത് അവരുടെ തോഴനും തോഴിയായിട്ടുള്ള ജയ അതുപോലെ പുഷ്പദത്തൻ എന്നിവർ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ബാല്യക്കാരത്തിനെ പോലെ തന്നെയാണ് അവരുടെ ജീവിതം നയിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പാർവതി അവരുടെ പുത്രനായ ഗണപതിയുടെ ഈ ചാബല്യങ്ങൾ കണ്ടിട്ട് ഇവർ കളിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഗണപതിയെ കളിയാക്കി സംസാരിച്ചു. ഇത് പാർവതി കേൾക്കാനിടയായി. അപ്പോൾ പാർവതി ദേവിക്ക് വളരെ കോപം വന്നു. തൻ്റെ പുത്രനെ ഇത്രയും മോശമായ രീതിയിൽ കളിയാക്കിയാൽ പാർവതി ഇവരെ ശപിച്ചു. മനുഷ്യജന്മം എടുത്ത് എല്ലാ പുത്ര ദുഃഖങ്ങളും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ഈ പാർവതി ജയയും പുഷ്പദത്തൻ കൗശാംബി നഗരത്തിൽ വരരുചി എന്ന പേരിൽ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായി ജനിച്ചു. അതുപോലെ തന്നെ ഈ ജയ ഒരു പറയക്കൂടില്ല ആദി എന്ന പേരിൽ നാമകോർത്ത് അവിടെ ജനിച്ചു. അപ്പം അങ്ങനെ അവർ അവിടെ ജന്മം നിന്നു അവർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കൗശാംബി നഗരത്തിൽ ഈ ഇദ്ദേഹം വരരുചി വളരെ പണ്ഡിതനും വലിയ പ്രസിദ്ധനുമാണ്. രാജാവ് കൊട്ടാരത്തിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും രാജാവിന് സംശയം ഉണ്ടെങ്കിൽ ഈ വരരുചിയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രാജാവിന് ഇങ്ങനെ ആ കാലഘട്ടത്തിലൊരു സംശയം, എന്താണ് രാമായണത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പദ്യം ഏതാണ്, അതുപോലെ തന്നെ ഏത് വരിയാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ വരരുചി അതിനെപ്പറ്റി അത്ര ഗ്രാഹ്യം ഉണ്ടായില്ല. പണ്ഡിതന്മാരോട് പലരും ചോദിച്ചു, ആർക്കും പറയാൻ പറ്റിയില്ല. അപ്പോൾ അവസാനമാണ് ഈ വരരുചി ചോദിച്ചത്. വരരുചിക്കും ഇതിന് ശരിയായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്രയൊക്കെ പണ്ഡിതനായിട്ട് അങ്ങേക്ക് പറ്റിയില്ലെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യൂ, അതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അറിഞ്ഞു വരാൻ പറ്റിയില്ല എനിക്ക്, പിന്നെ എൻ്റെ ഈ രാജധാനിയിലെ ഒരു സ്ഥാനം അങ്ങേക്ക് ഉണ്ടാവില്ല. മറ്റൊരു വലിയൊരു സ്ഥാനം, അതായത് ഒരു രാജകൊട്ടാരത്തിൽ ഉപദേശകനായിട്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോയി, ഇനി എന്താ വേണ്ടേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോയി. ഇനിയിപ്പോൾ ഇതിനൊരു അനുഭവം കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ യാത്ര പോയി. ഒരു ദിവസം ഒരു അലഞ്ഞിരിഞ്ഞ് ഒരു വൃക്ഷച്ചുവട്ടിൽ അന്തി ഉറക്കാൻ അവിടെ കിടന്നു.
അപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. ഇത് പോയി കഴിഞ്ഞപ്പോൾ ഈ മനസ്സിലൊരു വിഷമം, ഇതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് ആ സമയത്ത് ഇദ്ദേഹം കിടക്കാൻ ഉറങ്ങാൻ നേരത്ത് അപ്പോൾ ഏതാണ്ട് എല്ലാ കാലഘട്ടം നാട്ടുപ്രദേശമൊന്നുമില്ല, വനങ്ങളല്ലേ, വനപാലകൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കിടന്നു. അദ്ദേഹം ഉറക്കം എല്ലാവരും അങ്ങനെയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ആകാശ സഞ്ചാരികളായിട്ടുള്ള, അപ്പോൾ അവിടെ കുറേ ഈ ദേവതമാല അതിൻ്റെ കൂടുതൽ വനദേവതമാരതിൻ്റെ മുകളിൽ കാവിൽ കൂടി അവിടെ ഇരിക്കുന്നതായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവർക്ക് അവിടുന്ന് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ രക്ഷിക്കണ്ടേ. അപ്പോൾ അത് വേറെ ചില വനദേവതമാർ രാത്രി വന്നു എന്നാണ് പറയുന്നത്. വന്നിട്ട് നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങിയതാണ്, അദ്ദേഹത്തിന് നോക്കേണ്ട ചുമതലയുണ്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ചു അവരോട്. നമ്മുടെ ഒരു പറവേ കൂടിയില്ല, ഒരു കുട്ടി പ്രസവിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട പ്രസവശേഷമുള്ളതൊക്കെ ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞു. അത് അപ്പോൾ ഏത് കുടിയിലാണ് പിന്നെ അതിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതായത് ഇവർ പോവുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു വന്നു. അപ്പോൾ ആരാണ് ഇവിടെ പ്രസവിച്ചതെന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണനെ വിവാഹം ചെയ്യാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതാരാണ്? അത് ഈ കിടക്കുന്ന വഴി എന്ന് പറഞ്ഞ ബ്രാഹ്മണനെ ആണ്. ഈ രാമായണത്തിലെ വാക്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത ഇതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന ഭാഗം അറിയാത്ത ഒരു ആളാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വഴി തുടങ്ങിയിരുന്നില്ല, ഇത് കേട്ടിങ്ങനെ കിടക്കുക. അപ്പോഴും ഇദ്ദേഹത്തിന് ആ വാക്യം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. എന്നാൽ ഇതൊരു എനിക്കൊരു അനുഭവം മനസ്സിലായില്ല കാര്യങ്ങൾ. വേഗം ഇദ്ദേഹം പ്രത്യേക ദിവസം എഴുത്തു. പക്ഷേ അത് ഇദ്ദേഹത്തിന് വേറൊരു വിഷമം, ഞാൻ ഈ പറയെക്കുറിച്ച് കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമമായി ഇദ്ദേഹത്തിന്. അങ്ങനെ ഇദ്ദേഹം വീണ്ടും വളരെ ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ രാമം ദശരഥം വിദ്ധി മാം വിദ്യം ജനകാത്മനം അയോധ്യാം വിഴുവിയും വിദ്ധി മാം രക്ഷ ജനാൻ, അങ്ങനെയാണ് ആ പദ്യം വരുന്നത്. അത് ഇദ്ദേഹം വീണ്ടും അവിടെ പോയി ഈ രാജാവിൻ്റെ സദസ്സിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ഇതാണ് ഏറ്റവും രാമായണത്തിലെ ഉചിതമായ വാക്യം. അതുപോലെ തന്നെ എന്നുള്ള പറഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി, ഇനി അവിടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞ് ഭരതജി അവിടെ താമസിക്കാൻ പറഞ്ഞു. അപ്പം സന്തോഷമായി. പക്ഷേ ഭരതജിക്ക് പിന്നെയും ഈ പറയ സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നുള്ള വിഷമം. അപ്പോൾ ഇതിന് ഉപായം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു രാജാവിനോട്. ഇങ്ങനൊരു കുടിലൊരു പറയ സ്ത്രീ കുട്ടി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ജീവിച്ചിരുന്നാൽ രാജ്യത്തിന് വലിയ ദ്രോഹമാണ്, ഈ നാടിന്. അതുകൊണ്ട് ആ കുട്ടിയെ ഒന്നുമില്ല ഇവിടുന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിഗ്രഹിക്കണം. അപ്പോൾ അത് ഒരു കുട്ടിയെ ഒരു സ്ത്രീയെ ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് കുട്ടികളെ ഒട്ടും പറ്റില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഒരു ചെങ്ങാടത്തിലാക്കി അയക്കാം. അപ്പോൾ ഇപ്പോഴും സംശയം രാജാവിൻ്റെ വല്ലവരും ആ കുട്ടി ആരും എടുത്തു വളർത്തി. അപ്പോൾ ഒരു പന്തം കൊളുത്തി വെച്ച് ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ് പുഴയും കൂടെ. ഭടന്മാരോട് പറഞ്ഞു ഇന്ന ദിക്കിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ആ കുട്ടിയെ പറഞ്ഞയച്ചു വെള്ളത്തിൽ. അപ്പോൾ ഇദ്ദേഹം സമാധാനം ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ, പോയില്ലോ എന്ന് സംസാരിച്ചു. പിന്നെ അതിന് ശേഷം ഇദ്ദേഹം അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ പോയിപ്പോൾ രാത്രി ദിക്കിൽ നരിപ്പറ്റ മന എന്ന് പറഞ്ഞ വേണ്ട, ആ നരിപ്പറ്റ മനയിൽ അവരുടെ അന്തർജനങ്ങൾ കുളിക്കാൻ ചെന്നപ്പോൾ ഒരു ചെങ്ങാടത്തിൽ ഒരു പന്തം കൊളുത്തി വരുമായിരുന്നു. നോക്കിയപ്പോൾ ഒരു കുട്ടി കിടന്നു. ആ കുട്ടി അവിടെ എടുത്ത് വളർത്തി. ആ കുട്ടി അവിടെ എടുത്ത് വരുന്നത് അവരുടെ സ്വന്തം മറ്റേ കുട്ടിയായിട്ട് വളർത്തി. ആരാ എന്താണെന്ന് അറിയില്ല. അങ്ങനെ വളർന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ അവിടെ വലിയ കുട്ടി അത് പ്രായമായി. ആ സമയത്താണ് ഭരതജി ഇങ്ങനെ കുറേ ദേശാടനങ്ങൾ കഴിഞ്ഞ് ഒരു പിന്നെ ആൽത്തറയിൽ ഇരിക്കുക. അപ്പോൾ ആൽത്തറയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ സഞ്ചാരം നടക്കുകയല്ലേ വേണ്ടു. അപ്പോൾ ഇങ്ങനെ വിശ്രമിച്ചു. അപ്പോൾ അവിടുത്തെ ഈ നരിപ്പറ്റ അദ്ദേഹം പറഞ്ഞു, എന്താ അങ്ങനെ ഇവിടെ ഇരിക്കണേ? ഞാൻ ഒരു വഴിക്ക് പോവുകയായിരുന്നു, അപ്പോൾ ഇവിടെ ഇരുന്നു പറഞ്ഞു, എന്നാൽ ഒരു ഭക്ഷണം കഴിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഭക്ഷണം കഴിക്കാം.
അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ആ ചിട്ടകൾ എന്താ ചിട്ടകൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ 1000 പേർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം ഞാൻ കഴിക്കുള്ളൂ. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ എനിക്ക് കുളിച്ചു വന്നാൽ വീരാളിപ്പെട്ട് വേണം. പിന്നെ ഭക്ഷണത്തിന് 1000 കറി വെച്ച് ഭക്ഷണം വേണം. അതുപോലെ ഭക്ഷണം കഴിഞ്ഞാൽ എന്നെ 4 പേര് ചുമക്കണം. പിന്നെ എനിക്ക് 3 പേര് തിന്നണം. ഇതൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു. അപ്പോൾ അവിടുത്തെ അകത്തുനിന്നൊരു അന്തർജനം, ഒരു പെൺകുട്ടി പറയുകയാണ്, അത് വിഷമമില്ല അച്ഛാ, അത് നമുക്ക് ഇവിടെ ഉപായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഇദ്ദേഹം സംശയം, ഇങ്ങനെയൊക്കെ നിനക്ക് പറ്റണമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നുമില്ല, ഇത് സാരമില്ലാത്ത കാര്യം. അദ്ദേഹത്തിന് നമ്മളെ പരീക്ഷിക്കാൻ പറയുന്നതാണ്. അതായത് 100 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ വൈശ്വാനനം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. അത് കഴിച്ചിട്ട് ഇതിനെ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അത് ദേവന്മാർക്ക് 100 പേർക്ക് ഇത് കൊടുക്കുക എന്നർത്ഥമാണ്, ഭക്ഷണം കൊടുക്കുക എന്നാണ്. അതുപോലെ തന്നെ 1000 കറി ഇന്ത്യത്തേലുണ്ടെങ്കിൽ 1000 കറിയുടെ ഫലമായി. വീരാളിപ്പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ചീന്തക്കോണകം ആണെങ്കിൽ വീരാളിപ്പെട്ടെന്ന് പറയണേ. അതുപോലെ തന്നെ ഈ 3 പേരെ തിന്നണമെന്ന് പറയുന്നത് ഈ വെറ്റിലടയ്ക്ക ഇതൊക്കെ കൂട്ടിയിട്ട് 3 കൂട്ടലാണ്. അതാണ് മുറുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞാൽ കട്ടിലിൽ കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 4 കാല് അങ്ങനെ കട്ടിലിൽ കിടക്കണം. ഇത്രയും ഉദ്ദേശമുള്ളൂ. പക്ഷേ അതേപോലെ ഇവർക്ക് ഇത് മനസ്സിലായി. ഇവർ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം, ഇതെങ്ങനെ ഇതെല്ലാം ഇതെല്ലാം സൗകര്യപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം വന്ന് ഇതൊക്കെ സന്തോഷമായി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതാരാ അത് അങ്ങേക്ക് ഇത് പറഞ്ഞു തന്നെ? അപ്പോൾ എൻ്റെ മകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോഹം തുടങ്ങി. ഇത്രയും ബുദ്ധിമതിയായിട്ടൊരു മകളെ വിവാഹം കഴിക്കാൻ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വിവാഹാഭ്യർത്ഥന പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി, നല്ലൊരു ബ്രാഹ്മണനാണ്. അങ്ങനെ അവരുടെ വിവാഹം നടക്കുക. ഈ വരവജി ഈ കുട്ടിയായിട്ടുള്ള വിവാഹം നടക്കും. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സുന്ദരമായിട്ട് അങ്ങനെ അവിടെ കുടുംബത്തിൽ ജീവിതം നയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി അവരുടെ കഥ പറയുകയാണ്. എന്നെ ഇങ്ങനെ വഞ്ചിയിൽ തുറന്ന് വിട്ടപ്പോൾ അമ്മ പറയാൻ കേട്ടിട്ടുണ്ട്, എന്നെ എടുത്ത് വളർത്തിയതാണെന്ന്. അപ്പോഴാണ് ഇദ്ദേഹം സ്ട്രൈക്ക് ചെയ്തത്. ഇദ്ദേഹത്തിന് വളരെ ഞാൻ എന്ത് വിചാരിക്കുന്നു അതിന് വിപരീതമായിട്ട് ഫലമായി. അപ്പോൾ ഇദ്ദേഹം അയ്യോ ആകെ വിഷമത്തായി. ഇദ്ദേഹം പറഞ്ഞു, ഇനി നമ്മളിവിടെ ഇരിക്കുന്നതിന് അർത്ഥമില്ല, ദേശാടനം. അപ്പോൾ ഇദ്ദേഹം ഈ വലിയ ദിവ്യനാണ് ഈ വരജി, എന്നാലും നമുക്ക് ദേശാടനം പോകാമെന്ന് പറഞ്ഞു. കുടുംബത്തിൽ വേണ്ട, അങ്ങനെ ദേശാടനം പോയി. ഓരോ ദിക്കിൽ പോയി ഒരു കുട്ടിയെ ഗർഭം ധരിക്കും. പ്രസവിക്കാൻ അറിയുമ്പോൾ ഇവിടെ പ്രസവിച്ചോളാൻ പറയും. അപ്പോൾ ഇദ്ദേഹം ചോദിക്കും, വായുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയും വായുണ്ട്. എന്നാൽ ഇരയുണ്ടാവും. അപ്പോൾ എന്താ അങ്ങനെ പറയണേ? അപ്പോൾ ആ കുട്ടി അവിടെ ഉപേക്ഷിച്ച് പോവുക. അങ്ങനെ 10-11 ദിക്കിലെത്തിയപ്പോഴും ഈ കുട്ടി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. അപ്പോൾ ഇവർക്ക് ഇനി ഒരു ഭ്രാന്ത് പോലെയായി ഇവർക്ക്. കാരണം കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് എവിടെയാണെന്ന് വെച്ചില്ല. അവസാനം വന്നപ്പോൾ ഒരു കുട്ടിയെ പറഞ്ഞു പോയി, വായില്ല എന്ന് പറഞ്ഞു. അന്ന് വായില്ല അല്ലേ? എന്നാൽ എടുത്തോളാൻ പറഞ്ഞു. എടുത്തപ്പോൾ ശരിക്കും വായില്ല, ഒന്നും സംസാരിക്കാനും വായില്ല കുന്നിലപ്പൻ എന്ന് പറയുന്നത്. അതെ, അത് കടമ്പഴി പുറത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ മനപ്രയാസമായി. ഈ സ്ത്രീക്ക് വായില്ല, പിന്നെന്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ദിവ്യത മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അവരെ അവിടെ പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞ് ഒരു കുന്നിൻ്റെ പുറത്ത് പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ല കുന്നിലപ്പൻ. അപ്പോൾ അവിടെ പ്രസിദ്ധമാണ്. വായില സംസാരശേഷി ഇല്ലാത്തവർക്കൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചാൽ സംസാരം ഉണ്ടാവും എന്നൊക്കെയാണ് പാലക്കാട് ജില്ലയാണ്. ശ്രീകൃഷ്ണപുരം എന്നൊക്കെ അടുത്താണ്. അപ്പോൾ അവിടെ ഈ വായില്ല കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ചു. പിന്നെ ഇവർക്ക് അതും കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇനി ഈ ലോകത്തിൽ നിന്ന് പുത്രദുഃഖമൊക്കെ അനുഭവിച്ചു. ആകെ വിഷമത്തിലായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ജന്മം അവസാനിക്കാറായി. അങ്ങനെ ഇവർ വീണ്ടും കുറച്ച് യാത്ര പോയി 2 പേരും മുക്തി പ്രാപിച്ചു എന്നാണ് ഈ 2 പേരും. അതിലുണ്ടായി 12 മക്കളാണ്. 12 കൂടെ ഉപേക്ഷിച്ചില്ലേ, 12 ദിക്കിൽ എടുത്തു വളർത്തി. അപ്പോൾ അത് മേളത്തോട് ദേഹോത്രി രചന ഉളിയൻ തച്ചനൻ പിന്നെ വല്ലോൻ വായില്ല കുന്നിലപ്പൻ, ഇങ്ങനെ 12 പേര് 12 കുടകളാണ്.
അത് 12 ജാതിയാണ് വളർത്തിയത്. അതിൽ പറയുന്നുണ്ട്, കാർക്യമാതയുണ്ട്, അങ്ങനെ വിവിധ ഉളിയന്നു തച്ചൻ, അങ്ങനെ പെരുന്തച്ചൻ ഉണ്ടല്ലോ, ഉളിയന്നു പെരുന്തച്ചൻ, ഇങ്ങനെ പലരും, നാരായണത്തുടാന്തൻ, ഇങ്ങനെ ഓരോ നാരായണത്തുടാൻ ശരിക്കും നമ്പൂരി കുടുംബത്തിൽ ജനിച്ചതാണ്. അങ്ങനെ വ്യത്യസ്ത കുടുംബങ്ങളിലും മലയിലെ ആണ് നാരായണത്തുടാന്തൻ. അപ്പം അങ്ങനെ വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിക്കുകയും അത് അവരുടേതായ പ്രകാരം എടുത്തു വളർത്തുകയും ചെയ്തു. അപ്പോൾ അത് അവർക്ക് എല്ലാവരും വലിയ ദിവ്യന്മാരായിരുന്നു എല്ലാവരും. അപ്പോൾ ഇവർ കൊല്ലത്തിലൊരിക്കൽ ഇവരുടെ അവിടെ മേളത്തൂർ അഗ്നിഹോത്രിയുടെ അവിടെ അദ്ദേഹം അവിടെ യാഗങ്ങൾ ചെയ്ത ഒരാളാണ്. അവിടെ വന്ന് ഒരു ശ്രാദ്ധ കൂട്ടും കൊല്ലത്തിലൊരിക്കൽ. അപ്പോൾ അങ്ങനെ ശ്രാദ്ധ കൂട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ ഈ അന്തർജനത്തിനും അവിടെ ശ്രാദ്ധ ഊണ് കഴിക്കാൻ വരുന്ന നമ്പൂരിക്കും, ഇവർ പലരും ആണ് വരുന്നത്, ഒരു തരത്തിലും ഒരുപോലെ അല്ലല്ലോ, ഇവരൊക്കെ എങ്ങനെയാണ് വച്ച് വിളമ്പി കൊടുക്കണം എന്നൊക്കെ വിഷമായി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അപ്പോൾ ഒരു കാര്യം അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ രാത്രി അവർക്ക് ഈ 10-11 പേർക്ക്, ഒരാൾ വായില്ലാക്കുന്നവരപ്പൻ പോയി 11 പേരും ഇങ്ങനെ ഓരോ മുറികളാണ് അവർക്ക് എല്ലാവർക്കും. നോക്കിയപ്പോൾ എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞു. ഈ അവിടെ ഊണ് കഴിക്കാൻ വരുന്ന അദ്ദേഹത്തിനെയും കൊണ്ടുവന്നപ്പോൾ വിളക്ക് കൊളുത്തി കാണിച്ചപ്പോൾ ഇവരെല്ലാവരും വളരെ ദിവ്യത്വമുള്ള ശിവചൈതന്യമായിട്ട് കിടക്കണം കണ്ടു. അപ്പോഴാണ് ഈ മനസ്സിലായത്, ഇവർ മേളത്തൂർ ദേഹോത്തിയുടെ പത്നിക്ക് അയ്യോ എനിക്ക് ക്ഷമിക്കണം. അപ്പോൾ അവരെയൊക്കെ വേഗം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വേണം നമസ്കരിച്ചു. അപ്പോൾ ഇവരൊക്കെ ദിവ്യന്മാരാണ്. അപ്പോൾ ഇദ്ദേഹത്തിനും ദിവ്യത്തിന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ അവിടെ എല്ലാ കൊല്ലം ശ്രാദ്ധ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായത്. അങ്ങനെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടാലും മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഏത് മനുഷ്യരിലും ഈശ്വരാംശം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഉജ്ജ്വല കഥയാണ് ഇത്. തിരുമേനി, ഇതിനിടയിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ പന്തിരുകുല കഥകൾക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടൊരു അത്